നിങ്ങൾ കണ്ട വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇതുപോലത്തെ ഇമേജസ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സിലാണെങ്കിലും അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം നമുക്ക് ഇമേജസ് വേണം. അതിനുവേണ്ടി നമ്മൾ വരുന്നത് Leonardo.ai എന്ന് പറഞ്ഞ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമേജ് ക്രിയേഷൻ AI ടൂളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുക്കാം. ഈ പ്രോംപ്റ്റ് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇമേജസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന 4 ഇമേജ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അത് നോക്കി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ യൂട്യൂബ് ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ സൈസ് ഇതിൻ്റെ ചേഞ്ച് ചെയ്യുക. ഞാനിപ്പോൾ ലോങ് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആണ് വേണ്ടത്, അതായത് ലീവ്സിന് പകരം വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിലുള്ള പ്രോംപ്റ്റിൻ്റെ അവിടെ നിങ്ങൾക്ക് ഓട്ടം ലീവ്സ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ നേരത്തെ ഇത് കണ്ടോ, ഞാനിപ്പോൾ ഗ്രാസ് ആഡ് ചെയ്ത് ഇപ്പോൾ ഗ്രാസിൻ്റെ രീതിയിലായിട്ടുള്ള ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എത്ര ഇമേജ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ശേഷം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ AIയുടെ പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ലൂമ ലാബ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈപ്പർ യൂസ് ചെയ്യാം. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഹൈപ്പർ AI ഉപയോഗിച്ചിട്ടുള്ള അത് പവർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റിംഗ് AI ടൂളാണ്. അപ്പോൾ ഞാൻ ഹൈപ്പർ AI വന്ന ശേഷം ഞാൻ ഇമേജ് ടു വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇമേജ് ടു വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്ത് അതിനുശേഷം ഒരു പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് പ്രോംപ്റ്റാണ് അടിച്ചു കൊടുക്കേണ്ടതെന്ന്. പക്ഷേ അതിനുശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം 1 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് എങ്ങനെയാണ് ഇതിനകത്ത് വന്നെന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കി കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആ സ്റ്റാർട്ടിങ്ങിൽ കണ്ട വീഡിയോ തന്നെയാണ് അത്. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കേണ്ട പ്രോംപ്റ്റ് ഇതാണ്. നിങ്ങൾ ഇമേജ് സെലക്ട് ചെയ്ത ശേഷം അടിച്ചു കൊടുക്കേണ്ട പ്രോംപ്റ്റ് ഇതാണ്. ഇവിടെ ഹ്യൂമൻ ശേഷം ഒരു ഗ്യാപ്പ് ഇടണമായിരുന്നു. ഞാനത് ഗ്യാപ്പ് ഇട്ടില്ല. നിങ്ങൾ ടൈപ്പ് ചെയ്യാതെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്ര വീഡിയോസ് വേണമെങ്കിൽ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതത്ര ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. സിമ്പിളായിട്ട് ഇതുപോലെയാണ് ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസൊക്കെ വൈറലാകുന്നത്. അപ്പോൾ AI ടൂളിനെ കുറിച്ച് കണ്ടിന്യൂ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ഒരുപാട് ടൂൾസുകളുണ്ട്. നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരുപാട് ടൂൾസുകളുണ്ട്.